അതൃപ്തിക്കിടയിലും മുന്നണി വിടില്ലെന്ന് പ്രഖ്യാപിച്ച RJD ഇന്ന് കോഴിക്കോട് നടന്ന സംസ്ഥാന കമ്മിറ്റിയിലാണ് തീരുമാനം. ഇടതുമുന്നണിയിൽ RJD അവഗണന നേരിടുകയാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും ശ്രേയാംസ് കുമാർ വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാലുവാരലുണ്ടായി എന്നുൾപ്പെടെ പരസ്യമായി പ്രതികരിച്ച RJD നേതാക്കൾ LDF വിടുമെന്ന അഭ്യൂഹം ശക്തമായിരുന്നു. എന്നാൽ മുന്നണിയിൽ തന്നെ തുടരാനാണ് സംസ്ഥാന കമ്മിറ്റിയിൽ തീരുമാനിച്ചത്. തങ്ങൾക്ക് LDFിൽ നിന്നും നേരിടേണ്ടി വന്ന അവഗണനയ്ക്കെതിരെ കമ്മിറ്റിയിൽ ശക്തമായ വിമർശനവും ഉയർന്നു. RJD സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ മുന്നണി നേതാക്കൾ തന്നെ വോട്ട് മറിച്ചുവെന്നും തങ്ങൾക്ക് നൽകിയ സീറ്റുകളിൽ കുറവ് വന്നുവെന്നും നേതൃത്വം പറയുന്നു. ധാരാളം ഇടതുമുന്നണി നേതാക്കന്മാർ റിബലുകളെ പിന്താങ്ങുകയും സ്വതന്ത്രരെ പിന്താങ്ങുകയും ചെയ്ത കടുത്ത അച്ചടക്കരാഹിത്യമായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഒന്നാമത്തെ കാരണമെന്ന് സത്യസന്ധമായി ഞങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. LDFിന്റെ യാത്രകൾ കഴിയുമ്പോൾ തങ്ങൾക്ക് അർഹമായ സീറ്റുകൾ ഉന്നയിക്കാനാണ് RJD തീരുമാനം. കോടിയേരി ബാലകൃഷ്ണൻ നൽകിയ ഉറപ്പ് ഇപ്പോഴുള്ള CPM പാലിക്കണമെന്നും ശ്രേയാംസ് കുമാർ ആവശ്യപ്പെട്ടു. അർഹമായ പരിഗണന നമുക്ക് ലഭിച്ചേ മതിയാവൂ. ഈ യാത്ര കഴിഞ്ഞ് അതിൻ്റെ സീറ്റ് വിവര ചർച്ചയുടെ സമയത്ത് ഈ കാര്യങ്ങൾ ഞങ്ങൾ ഉന്നയിക്കും. ഒരു മുന്നിൽ നിന്നുകൊണ്ട് തന്നെ എന്താണ് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കുക, അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനിടെ LDFിൽ തുടരാനുള്ള തീരുമാനത്തിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് ഇപ്പോഴും അതൃപ്തിയുണ്ട്. ഇന്ന് നടന്ന യോഗത്തിൽ ഭൂരിഭാഗം നേതാക്കളും LDF വിടാനാണ് ആവശ്യപ്പെട്ടത്. സീറ്റ് വിഭജന ചർച്ചയ്ക്ക് ശേഷം നിലപാട് വ്യക്തമാക്കാനാണ് നേതാക്കളുടെ തീരുമാനം. മീഡിയ 1 കോഴിക്കോട്.